ദുബൈയിലെ ഫോക്ലോർ അക്കാദമി തിയേറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുകയാണ്. ബോംബെ ടൈലേഴ്സ് എന്നാണ് നാടകത്തിൻ്റെ പേര്. ഈ നാടകത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നവരൊക്കെ വെള്ളിത്തിരിയിൽ നമുക്ക് പരിചയമുള്ളവരാണ്. ഒപ്പം 52-ലധികം പ്രവാസി കലാകാരന്മാരുണ്ട്. പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം സുരഭി ലക്ഷ്മിയാണ്. നേരത്തെ ഈ നാടകവുമായിട്ട് വേദിയിൽ വന്നിട്ടുണ്ട്. എന്താണ് ഈ കഥാപാത്രം, എന്താണ് ഈ കഥ? കഥയും കഥാപാത്രത്തിനേക്കും അപ്പുറത്ത് 2016 ഞങ്ങൾ ഈ നാടകം ഫസ്റ്റ് ചെയ്യുന്നത് സംഗീത നാടക അക്കാദമിക്ക് വേണ്ടിയിട്ട്. അപ്പം മാഷ് പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ അന്ന് മികച്ച നാടകവും മികച്ച നടിയും ഒക്കെയുള്ള അവാർഡ് നമുക്ക് 2017 കിട്ടുമ്പോൾ അതേ വർഷം തന്നെയാണ് നമുക്ക് നാഷണൽ അവാർഡിൻ്റെ ഇത്. അപ്പോൾ നാടകവും സിനിമയും എപ്പോഴും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പിന്നീട് നമ്മൾ സിനിമയുടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയിട്ട് നാടകത്തെ എവിടെയൊക്കെയോ വിട്ടുപോകുന്നു എന്നുള്ള നമുക്ക് എന്താണ് മിസ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അതൊരു നാടകം കളിക്കണം. പക്ഷെ അത് നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ പലതായിട്ട് അപ്പോൾ അവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് ഇപ്പം ഞങ്ങൾ പഴയ ഞാനും പോത്തനും ഞങ്ങളുടെ മാഷ് വിനോദ് മാഷും ഞങ്ങൾ ഒരു പഴയ കാലടിയിലുള്ളൊരു ഓർമ്മ ഇതും കൂടെയാണ്. ഇപ്പോൾ മാജിക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിനോദ് മാഷും ഞങ്ങൾ ചെയ്യുന്നൊരു ആക്ടിങ് വർക്ക്ഷോപ്പിൻ്റെ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദുബായിൽ വന്ന് അപ്പോൾ നമുക്കത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെയുള്ള കലാകാരന്മാർക്ക് വേണ്ടി വെറുതെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് നടത്തുക എന്നതിനപ്പുറത്തേക്ക് അവർക്കത് അപ്ലൈ ചെയ്യണമല്ലോ. 2-3 ദിവസം വന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു പോകുന്നതിനപ്പുറത്ത് അത് അവർ പഠിച്ച കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനും കൂടെ ഉള്ളൊരു വേദിയായിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യം കൂടെ ചെയ്തത്. അപ്പോൾ അത് ഏറ്റെടുത്ത് ചെയ്യുന്നത് ഷീ കമ്പനിയാണ്. അർഫാസ് എന്ന് പറഞ്ഞിട്ടുള്ള RJ ആണ് ഇതിനൊരു തുടക്കമിടുന്നത്. എന്നെ ഒരു ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചാൽ സുരഭിക്ക് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് നടത്തിക്കൂടെയെന്ന്. അപ്പോഴും പ്രവാസികളായിട്ടുള്ള ആളുകൾ 2 ദിവസം വന്ന് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്കത് വെറുതെ ഇൻ്റർവ്യൂവിൽ കേട്ടാൽ മതിയല്ലോ. അതല്ലാതെ അവരിലുള്ള ആക്ടറിനെ പുറത്തേക്ക് കൊണ്ടുവരിക, അവരുടെ കൂടെ നമ്മളും കൂടെ ചേർന്ന് അവർ ഒരു നാടകം കളിക്കുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അത് വേറൊരു വൈബും വേറൊരു സന്തോഷമൊക്കെയാണ്. അപ്പം മുത്തുമൊഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഡ് ക്യാരക്ടറാണ് ഞാൻ അതിൽ ചെയ്യുന്നത്. അപ്പം നമ്മളോടൊപ്പമുള്ള ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സായിട്ട് നമുക്കിങ്ങനെ അവർ വന്നതിന് ശേഷം അവരായി വരുന്നതും ഉള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഉറക്കമില്ലാത്ത ഒരു 10-15 ദിവസം കൊണ്ടാണ് നമ്മൾ 60 ദിവസം ശരിക്കും ആവശ്യമായിട്ടുള്ള ഒരു പ്ലേ ചെയ്യുന്നത്. 60 ദിവസത്തെ റിഹേഴ്സൽ വേണം. ഇത് 15-18 ദിവസം കൊണ്ട് നമ്മൾ വേദിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെയിനും അതൊക്കെ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നാടകം ഇനി എത്ര സിനിമ ചെയ്താലും നമുക്ക് കിട്ടാത്ത വേറൊരു എന്തൊക്കെയോ സന്തോഷങ്ങൾ തരുന്ന ഒരു കൂട്ടായ ഒരു പ്രവർത്തനം. നമ്മളിപ്പോൾ ഈ 15 ദിവസം ഇവിടെ അല്ലെങ്കിൽ 10 ദിവസം നമ്മളിവിടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ് വേറെയാണല്ലോ. അപ്പം സിനിമയോടൊപ്പം തന്നെ നാടകവും കൊണ്ടുപോകണം. അല്ലാതെ സിനിമയിലേക്കുള്ള ഒരു വഴിയായിട്ടല്ല നാടകത്തെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ കുറച്ചും കൂടിയും നമ്മളെ തന്നെ ഒന്ന് പുതുക്കാൻ, ഒന്ന് നവീകരിക്കാൻ, നമ്മുടെ ഇപ്പം നമുക്ക് ഒട്ടും പരിചയമില്ല, നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രൊഫഷണലായിട്ടുള്ള കുറേ ആക്ടേഴ്സിനെ കിട്ടും, പഠിച്ചവരെ കിട്ടും. അവരൊന്നും അല്ലാതെ ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ നമ്മളത് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെ നമുക്ക് പുതുക്കാൻ പറ്റുന്നത്. ലീഷേട്ടൻ ഇപ്പോൾ 2 ദിവസമായിട്ട് ജോയിൻ ചെയ്ത് ഫുൾ ടൈം ഇപ്പോൾ ഞങ്ങളിപ്പോഴാണ് ഒന്ന് ഇങ്ങോട്ടേക്ക് മാറി നിന്ന് സീൻ വർക്കുകളെല്ലാം എല്ലാ സീൻസും എല്ലാം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ സുരഭി ലക്ഷ്മി ഇതേപോലെ നമ്മുടെ ഹിറ്റ് FM സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇങ്ങനെ കുറേ ആക്ടിങ് ക്ലാസ്സസ് നടക്കാറുണ്ട്. നാടകമായിട്ട് ഇങ്ങനെ കാര്യമായിട്ട് നടക്കാറില്ല. മൊത്തത്തിൽ ആക്ടിങ് ക്ലാസ് നടക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അവസാനമൊന്നും ഇല്ല. കാരണം ഇവർക്ക് ഒരു ആക്ടിങ് പരിശീലനം കൊടുക്കുന്നു, അതിനുശേഷം പിന്നെ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ആക്ടിങ് ക്ലാസ്സിൻ്റെ അവസാനം അതിനൊരു റിസൾട്ട് കൂടെ കിട്ടുന്ന പോലെ അവർ ഇത്ര നാൾ പഠിച്ചത് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജും കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും അവർക്ക് കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ സുരഭി അടുത്ത് വെറുതെ സംസാരിച്ചപ്പോൾ സുരഭി പറഞ്ഞു നമുക്ക് നോക്കാം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ ഒരു ചർച്ചയാണ്. അങ്ങനെ പിന്നെ ഞാൻ ഷീ മീഡിയയുടെ കട കണക്ട് ചെയ്തു. ഷിബനും അവരതങ്ങനെ ഏറ്റെടുത്തു. പിന്നെ അവിടെ തുടങ്ങി ഏകദേശം ഇവിടെയുള്ള നാടകത്തിൽ താല്പര്യമുള്ള ഒരു 53-54 ആൾക്കാരെ നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എല്ലാവർക്കും ഈക്വൽ പെർഫോമൻസ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് ഒരു സ്റ്റേജ് പെർഫോമൻസ് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. വിനോദ് കുമാറാണ് നാടകം, വിനോദ് മാഷാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാൻ മാഷിനെ അസിസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ കുറച്ച് ആൾ കൂടിയിട്ട് ഇങ്ങനെ സുരഭിയും വിനോദ് മാഷും കൂടി ഒരു നാടകം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നതേ ഉള്ളൂ.
ഞാൻ റീയൂണിയനാണ്. അതെ, റീയൂണിയൻ എന്ന് മാത്രമല്ല, എനിക്ക് റീയൂണിയനാണ് ഉറപ്പായിട്ടും. ഞാനൊരു 15 വർഷമായി ഒരു നാടകത്തിൽ സത്യത്തിൽ പ്രവർത്തിച്ചിട്ട്. അപ്പം പഴയ ഒരു നൊസ്റ്റാൾജിക്ക് ഇങ്ങനെ വന്നതാണ്. വിനോദ് മാഷിൻ്റെ പടത്തിൽ മുമ്പ് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം വീണ്ടും ഇങ്ങനെ വെറുതെ വന്നു. 10 വർഷം മുമ്പ് ഈ നാടകം എനിക്ക് തോന്നുന്നു 10 വർഷം മുമ്പാണ് ലാസ്റ്റ് കളിച്ചതെന്ന് തോന്നുന്നു. അന്ന് അതിൽ നിന്ന് കോവിഡൊക്കെ വന്നു, അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സോഷ്യലുള്ള അത്ര മാറ്റങ്ങളെയൊക്കെ നാടകത്തിലേക്ക് കൺസ്യൂം ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഭയങ്കര ഒരു പ്രൊഫഷണൽ ആക്ടേഴ്സിനെ വെച്ചിട്ടല്ല ശരിക്കും ചെയ്യുന്നത്. ഇത് സുരഭിയും പിന്നെ ഈ UAE തന്നെയുള്ള 52 ഇവിടെയുള്ള കലാകാരന്മാർ അവരൊരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് വരികയും അതിൽ നിന്ന് ഇമ്പ്രവൈസ് ചെയ്ത് ഒരു നാടകത്തിലേക്ക് പോവുകയും ചെയ്തതാണ്. അതിൻ്റെ അപ്പോൾ ആ പ്രോസസ്സ് ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസമുള്ള കാര്യം. പോസ്റ്റ് കോവിഡ് പീരീഡാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നാടകത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്, വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. പിന്നെ ആക്ടേഴ്സ് ഇപ്പോൾ 52ഓളം ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാജിക് കിഡ്സ് എന്നുള്ളൊരു ക്യാമ്പ് നടത്തി അതിൻ്റെ ഭാഗമായ ആക്ടേഴ്സിനെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നാട്ടിൽ കണ്ടവരല്ല ഇവിടെ ഉള്ളവർ. അപ്പോൾ അതിനനുസരിച്ച് നാടകത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ സുരഭി തന്നെയാണ് ആദ്യം ഇതിൽ അഭിനയിക്കുന്നത്. അന്ന് സുരഭിക്ക് ബെസ്റ്റ് ആക്ടർ സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. നാഷണൽ അവാർഡ് കിട്ടിയ അതേ വർഷം തന്നെ. പിന്നെ ദിലീഷ് നമ്മുടെ കൂടെ എപ്പോഴും വർക്കുകൾ കൂടെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയെന്നതിൻ്റെ ഒരു സുഖം കൂടിയുണ്ട്. പിന്നെ ഇത്രയും ആക്ടേഴ്സിനെ മാനേജ് ചെയ്തതിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്. ഇപ്പം നമുക്ക് പക്ഷേ ഇത്രയും ദിവസം കഴിയുമ്പോൾ അവർ കൂടെ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. നമ്മൾ നമ്മുടെ ക്യാരക്ടേഴ്സായിട്ട് അവരെ കാണുന്നു. അതിൻ്റെ ഒരു രസം സന്തോഷമൊക്കെ ഉണ്ട്. ഇത് തെലുങ്ക് കഥാകൃത്ത് മുഹമ്മദ് ഖാദിർ ബാബു ഉണ്ട്. മുഹമ്മദ് ഖാദിർ ബാബുവിൻ്റെ ന്യൂ ബോംബെ ടൈലേഴ്സ് ഉള്ള കഥയാണ് ഇത്. അതിൻ്റെ ട്രാൻസ്ലേഷനാണ്. അപ്പോൾ കഥാകൃത്ത് ചിലപ്പോൾ ഞങ്ങളിവിടെ നാടകം കാണാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുള്ളി വളരെ ഹാപ്പിയാണ് ഇത് ചെയ്യുന്നില്ല. അവിടെ ശരിക്കും തെലുങ്ക് അവിടെ നടക്കുന്ന കഥയാണ്. അതിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് മാറ്റിയതാണ്. ഒരു ദിവസം നമ്മൾ അർഫാസിനെ കണ്ടപ്പോഴാണ് അർഫാസ് പറഞ്ഞത്, ഷിബ ഇത് എനിക്ക് സുരഭിക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു. അപ്പം നല്ല രസമുള്ള കോൺസെപ്റ്റ്, ഇവിടെ ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് നടക്കുന്നു, അതിനുശേഷം ഒരു 23 ദിവസത്തോളം നീളുന്ന ഒരു റിഹേഴ്സൽ ക്യാമ്പ് വരുന്നു. ആ ക്യാമ്പിനപ്പുറത്തേക്ക് അതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടൊരു നാടകം. അപ്പോൾ ഇതുവരെ അത് UAE നടന്നിട്ടില്ല, ഒരു പുതുമയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. പക്ഷേ ആ സമയത്ത് നമ്മൾക്ക് എത്രത്തോളം വെല്ലുവിളികൾ ഉണ്ടാകും, ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു 3 ദിവസത്തെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് കുറച്ച് പേരെ ഉൾപ്പെടുത്തി ഈ ഒരു നാടകം ചെയ്യാമെന്നാണ്. കാരണം ഇത്രയും ദിവസത്തെ ഒരു ജേർണി ഉണ്ട്, നമ്മൾ എല്ലാ ദിവസവും ഇവർക്ക് റിഹേഴ്സൽ ക്യാമ്പ് ഒരുക്കണം. അപ്പോൾ ആളുകൾ കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ മറ്റു പലതിനും വ്യാപ്തി കൂടും. അപ്പോൾ പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ ഈ കുറച്ച് പേരെ എടുക്കുമ്പോൾ മറ്റുള്ളവർക്കും സങ്കടം ഉണ്ടാവും എന്നുള്ളൊരു ഇമോഷണൽ ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ 52 പേരെയും ഉൾപ്പെടുത്തി. എന്നാൽ പിന്നെ അത് അങ്ങനെ അങ്ങ് ആകട്ടെ, ഇത് നല്ല രീതിയിൽ നടന്നാൽ ഇത് UAEയുടെ ഒരു ചരിത്രമാകും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിത് ചെയ്തത്. ഓഗസ്റ്റ് 17-ന് അജ്മാൻ നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂളിലാണ് ബോംബെ ടൈലേഴ്സ് വേദിയിലെത്തുക.